ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കരുത്. മണമില്ലാത്ത ഏതെങ്കിലും ഒരു എണ്ണ, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഇവിടെ ഒരു 5 മഷ്റൂം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടൺ മഷ്റൂം 5 എണ്ണം ഇതുപോലെ പീസാക്കി വെച്ചിട്ടുണ്ട്. ഈ വലിപ്പം നോക്കണ്ട, ഇത് നന്നായിട്ട് വറന്ന് വരുമ്പോൾ ചെറുതായി പോകും. അപ്പോൾ 5 എണ്ണമാണ് ഞാൻ 3 പേർക്കുള്ള നൂഡിൽസിന് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഷ്റൂമിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക മീൻസ് നമ്മൾ മൂടി വയ്ക്കുന്നൊന്നുമില്ല, നന്നായിട്ട് ഈ എണ്ണയിലിട്ട് തുറന്ന് വെച്ച് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളിത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വറുത്തെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഷ്റൂം ഇതാ കുഞ്ഞതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സബോള അരിഞ്ഞത്, 3 ബീൻസ് ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സബോളയും ബീൻസും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഞാൻ അധികം മുട്ട വേവിക്കാറില്ല, ഇവിടെ കുറച്ച് വേവ് കുറഞ്ഞിട്ടാണ് ഇഷ്ടം. അപ്പോൾ അതൊന്ന് ആയി വരുമ്പോഴേക്കും, അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. ഇനി സാധാരണ നമ്മൾ മാഗി വേവിച്ച് എടുക്കാം. 3 പാക്കറ്റാണ് ഇവിടെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ മാഗി മസാല, അതിൻ്റെ ഒപ്പമുള്ള മാഗി മസാലയുടെ പാക്കറ്റ് ഇതിലേക്ക് പൊട്ടിച്ച് ഇടാം. ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മസാല നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ചൂടായിട്ട് വരുമ്പോൾ മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 3 മാഗിയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നൂഡിൽസ് നന്നായിട്ട് വെന്ത് വരണം. നൂഡിൽസ് നന്നായി വെന്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, ബീൻസ്, സബോള ഒക്കെ ഇട്ട് വഴറ്റിയിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഏറ്റവും അവസാനം മഷ്റൂം വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ മാഗി നൂഡിൽസ് ഉപയോഗിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമ്മൾ കടയിൽ സാധാരണ വാങ്ങിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നമ്മളുടെ ഈ മസാലകളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ്, ബീൻസ് കൂട്ടും മഷ്റൂം വറുത്തതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊരു പാനിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. ആ സമയത്താണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്പൈസസ് കൂടുതൽ ഇടേണ്ടി വരും. ഇനി ഇവിടെ നമ്മൾ ഒരു ചൈനീസ് ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോസുകൾ ചേർക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ സോയ സോസ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സോയ സോസ് ഡാർക്ക് സോയ സോസാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ 3/4 ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. സോസ് ചേർത്തിട്ട് ഇത് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ചൈനീസ് ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള മഷ്റൂം എഗ്ഗ് നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വ്യത്യസ്തമായ ഈ നൂഡിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ.